ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, എൻ്റെയും നിൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും പേര് ചേർക്കപ്പെട്ട കുരിശാണല്ലോ ക്രിസ്തുവിൻ്റേത്. തൻ്റെ ഏകജാതിന് നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച് പീഡകൾ സഹിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇന്നേ ദിനം 2 ചിന്തകളാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു. നാമും ക്രിസ്തുവിനെ, ദൈവത്തെ സ്നേഹിക്കേണ്ടതല്ലയോ? 2, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. നമുക്കെങ്ങനെ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കാം? ലോകം യുദ്ധത്തിൻ്റെയും ഭീതിയുടെയും അക്രമത്തിൻ്റെയൊക്കെ നടുവിലാണല്ലോ. നീതി നിഷേധിക്കപ്പെട്ട ഒത്തിരി സമൂഹങ്ങളുമുണ്ട്. ഒറ്റ ചിന്തയുള്ളൂ, ക്രിസ്തുവിനെ നമുക്ക് ഉയർപ്പിക്കാം. എങ്ങനെ? പരസ്പര സ്നേഹത്തിലൂടെ, യുദ്ധം അവസാനിപ്പിക്കുന്നതിലൂടെ, ജാതി മതഭേദമനെ സ്നേഹിക്കുന്നതിലൂടെ, വ്യത്യാസങ്ങളില്ലാതെ സ്നേഹിക്കുന്നതിലൂടെ, നിറഭേദങ്ങളിലൂടെ അല്ല സ്നേഹിക്കേണ്ടത്. ഇതെല്ലാം മാറ്റി നിർത്തി ക്രിസ്തു കാണിച്ചു തരുന്ന സ്നേഹം, സഹനത്തിൻ്റെയും ആത്മാർത്ഥമായ സ്നേഹം, ഇതൊക്കെയാണ് നാം പിൻചെല്ലേണ്ടത്. അങ്ങനെ ക്രിസ്തുവിനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉയർപ്പിക്കാം. ഇതാണ് ക്രിസ്തു നൽകുന്ന ഉയർപ്പിൻ്റെ നമുക്ക് നൽകുന്ന സന്ദേശം. സ്നേഹത്തോടെ സ്വീകരിക്കാം. ഒരു വ്യത്യാസവുമില്ലാതെ നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും പരസ്പരം സ്നേഹിക്കാം. അതിനുള്ള കൃപയ്ക്കായി ഈ ഉദ്ധാന തിരുനാളിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ മാധ്യസ്ഥം യാചിക്കാം. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ